കണ്ണൂരിൽ പോക്സോ കേസിൽ മോട്ടിവേഷൻ സ്പീക്കർ അറസ്റ്റിൽ. കണ്ണൂർ എടത്തൊട്ടി സ്വദേശി കുന്നത്ത് ഷാജുവിനെയാണ് മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൗൺസിലിംഗിനിടെ 17-കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. 4 മാസങ്ങൾക്ക് മുൻപാണ് കേസിനാസ്പദമായ സംഭവം. നേരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മുൻ പോലീസുകാരനുമായ ഫിലിപ്പ് മമ്പാടും പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ മോട്ടിവേഷണൽ സ്പീക്കർമാരുടെ ഒരു കാലമാണിത്. കാരണം എവിടെ നോക്കിയാലും സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലൊക്കെ ഒരു മുഖം മൂടി അണിഞ്ഞ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ കാണാം. മറ്റുള്ളവരെ ഉപദേശിക്കും, പക്ഷേ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അവർ എങ്ങനെയുള്ളവരാണ്, എത്രത്തോളം സ്വഭാവ വൈകൃതമുള്ളവരാണ് എന്ന് നമുക്ക് വ്യക്തമായത് ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ കേസോടുകൂടിയാണ്. ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു അത്. കാരണം നിരവധി ചെറുപ്പക്കാർക്ക് നല്ല സന്ദേശങ്ങൾ പകർന്ന, ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയ ഫിലിപ്പ് മമ്പാടിൻ്റെ അറസ്റ്റ് തുടക്കത്തിൽ അവിശ്വസനീയമായിരുന്നു. വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതം, ലൈംഗിക വൈകൃതം മനസ്സിലായത്. ഒരു 16-കാരിയെ പീഡിപ്പിച്ചത്. പക്ഷേ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമൂഹത്തിൽ ഇതുപോലെ ഫിലിപ്പ് മമ്പാടിനെ പോലെ നിരവധി മോട്ടിവേഷൻ സ്പീക്കർമാരുണ്ട്. ഇതിൻ്റെ മറവിൽ കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികളെ പോലും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ. അതാണ് ഈ കണ്ണൂരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കണ്ണൂർ സ്വദേശി ഷാജു മോട്ടിവേഷൻ സ്പീക്കറാണ്. പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കിടയിലും അവരെ ഉപദേശിച്ച് നടക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ മറവിലാണ് ഒരു പെൺകുട്ടിയെ, 17-കാരിയെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തത്. 4 മാസങ്ങൾക്ക് മുൻപാണ് സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെങ്ങനെയാണ് ഈ 17-കാരിയെ ഈ ഷാജു ലൈംഗികമായി ചൂഷണം ചെയ്ത വിവരം പുറത്തു വന്നത്? ബൈജു, ടോമേ, നമ്മുടെ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വരുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിലിപ്പ് മമ്പാടിന്റെ ആ ഒരു വാർത്ത, അത് ഞെട്ടലോടെയാണ് നമ്മുടെ സമൂഹം കേട്ടത്. കാരണം അത്രത്തോളം ബോധവൽക്കരണം, അതല്ലെങ്കിൽ ഈ തരത്തിൽ മോട്ടിവേഷണൽ ക്ലാസുകൾ, അതോടൊപ്പം കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആളുകളിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അതായത് ചേർത്ത് നിർത്തപ്പെടേണ്ട കൈകൾ, സംരക്ഷിക്കപ്പെടേണ്ട കൈകൾ, അവരിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടാവുന്നു എന്നതാണ് കണ്ണൂരിൽ നിന്നും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇത് കുറച്ചുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നത്, ഇയാൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ ആയിരുന്നു. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ കരിയർ ഗൈഡൻസിന്റെയും അതുപോലെ തന്നെ മോട്ടിവേഷണൽ ഇത്തരം കാര്യങ്ങളുടെയും ഒക്കെ സ്റ്റേറ്റ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ച ഒരാളാണ് ഇയാൾ. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ, കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലത്ത് നേരിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ ഇത്തരത്തിൽ കൗൺസിലിംഗിന് പോകുന്ന ഒരാളിൽ നിന്നാണ് ഒരു +2 വിദ്യാർത്ഥിനിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകുന്നത്. അതായത് ഇതിൽ പീഡന ശ്രമമാണ് പറയുന്നത്, പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നില്ല, പീഡന ശ്രമം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒരു 4 മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ പീഡന ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്. അത് പിന്നീട് ഈ രക്ഷിതാക്കളോട് പറയും. രക്ഷിതാക്കൾ ഇപ്പോൾ മുഴക്കുന്ന് പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും മുഴക്കുന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ കോടതി ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ്. കാരണം ഈ പെൺകുട്ടികൾക്ക് നേരെ, പ്രത്യേകിച്ച് ഈ സ്കൂളുകളിലുമെല്ലാം വലിയ തോതിൽ ഇത്തരത്തിൽ ലൈംഗിക പീഡനം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടത് ഓരോ സ്കൂളുകളിലും ഇത്തരത്തിൽ കൗൺസിലിങ്ങിന് ആളുകൾ വേണമെന്നതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ വാർത്തകൾ അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അതിൽ അവരെ കൃത്യമായ അവർക്ക് കൗൺസിലിംഗ് നൽകാൻ ആളുകൾ വേണം. പക്ഷേ അത്തരം ആളുകളെ എന്ത് വിശ്വസിച്ചായിരിക്കും നിയോഗിക്കുക, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഇടയിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞേക്കുക എന്ന ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ഈ വാർത്ത ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇതിൽ കൃത്യമായ പോലീസ് അന്വേഷണം നടത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഈ രക്ഷിതാക്കളുടെ പരാതിയായിരുന്നു. ഈ പരാതിയെ തുടർന്ന് ഇതെല്ലാം നടത്തിയതിനു ശേഷം കൃത്യമായ പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഷാജുവിനെ അറസ്റ്റ് ചെയ്തതും ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേരിട്ട് ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളിൽ നിന്നാണ് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കുട്ടികൾ ഇത് പുറത്തു പറയാറില്ല. പലപ്പോഴും ഇവരുടെ സ്വഭാവം മാറ്റം അത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൗൺസിലിംഗ് നടത്തുകയും പിന്നീട് അത്തരം
കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തരം കൗൺസിലിംഗ് നടത്തുക അല്ലെങ്കിൽ ഇനി ഏത് രീതിയിലായിരിക്കും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കപ്പെടേണ്ട ഈ കുട്ടികളെ ഇത്തരത്തിൽ ഈ കെണിയിൽ അല്ലെങ്കിൽ ചതി കെണിയിലൊക്കെ പെടുമ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇനി ഏത് മാർഗം സ്വീകരിക്കണമെന്നത് കൃത്യമായ സംസ്ഥാന സർക്കാർ ഇതിനൊരു മാർഗനിർദ്ദേശം തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ബോധവൽക്കരണം ഒരു ഭാഗത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു, അതോടൊപ്പം കൗൺസിലിംഗ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഏത് രീതിയിൽ കൃത്യമായി, കാരണം ഇത്തരം ആളുകളെ നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മളൊരു ക്ലിനിക്കിൽ ഒരു ഇത്തരത്തിൽ കൗൺസിലിംഗിന് പറഞ്ഞ പെൺകുട്ടിയെ പീഡിപ്പിച്ച കഥ പുറത്തു വന്നത്. ഫിലിപ്പ് മമ്പാടിന്റെ കഥയും സമാനമാണ്. നിരവധി ആളുകൾക്ക് മോട്ടിവേഷണൽ ക്ലാസുകൾ എടുക്കുന്ന അല്ലെങ്കിൽ കരിയർ ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളിൽ നിന്നും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു. നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ടോമെ കാണാം, ഒരുപാട് മോട്ടിവേഷണൽ ഇത്തരത്തിലുള്ള ക്ലാസുകൾ നടത്തുന്ന ആളുകളെ നമുക്ക് ഇതിൽ കാണാം. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഉപദേശങ്ങളും മറ്റും നൽകുന്നവരെ കാണാം. പക്ഷേ ഇവരുടെ ഒന്നും മുഖങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായ നടപടി എടുത്തിരിക്കുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ബൈജു, നമ്മൾ ഇയാളുടെ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷാജു KC കുന്നത്ത് എന്നാണ് ഫേസ്ബുക്കിലെ അക്കൗണ്ട്. നിരവധി ഫോളോവേഴ്സ് ഉണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമല്ല ഇയാൾ പ്രഭാഷണം നടത്തുന്നത്, അധ്യാപകർക്ക് പോലും പരിശീലനം നൽകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ഒരാൾ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അധ്യാപകർക്ക് വേണ്ടി നിരവധി ട്രെയിനിങ് പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, അതുപോലെ ഈ പെൺകുട്ടികൾക്ക് ഇതുപോലെ സമാനമായ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകാതിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന, ഉപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു ആളുടെ ഭാഗത്തു നിന്നാണ് ഒരു പെൺകുട്ടിക്ക് നേരെ ചൂഷണമുണ്ടായത്. സ്വാഭാവികമായും ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ പെൺകുട്ടികളുള്ള അല്ലെങ്കിൽ മക്കളുള്ള ഈ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ആരെ ഇക്കാലത്ത് വിശ്വസിക്കാൻ കഴിയുമെന്നത്. കാരണം ലൈംഗിക വൈകൃതമുള്ള ഇതുപോലുള്ള ആളുകളുണ്ട്, അവരുടെ ചതിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിനു മുൻപ് ഈ ഷാജുവിനെതിരെ ഏതെങ്കിലും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടോ, അതോ ഇതാദ്യമായിട്ടാണോ ഇതുപോലുള്ള സംഭവം പുറത്തു വന്നത്? ടോമെ, നേരത്തെ ഒന്നും ഇയാൾക്കെതിരെ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇയാൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഒരാളാണെന്ന് ഓർക്കണം. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപകർക്ക് പോലും ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ ക്ലാസുകൾ എടുക്കുന്ന ഒരാളാണ് ഇയാൾ. അതോടൊപ്പം ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ പെൺകുട്ടികളുടെ, പ്രത്യേകിച്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, അവർ പലതരത്തിലുള്ള മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് നമ്മൾ. കാരണം ഇവർക്ക് കൃത്യമായ കൗൺസിലിംഗ് വേണമെന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം കൗൺസിലിംഗ് നടത്തുന്ന ആളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാവുന്നതെന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഇയാൾ മോട്ടിവേഷണൽ ഇത്തരത്തിൽ ക്ലാസ്സുകൾ, അതോടൊപ്പം കൗൺസിലിംഗും നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരാളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ അത്തരത്തിലുള്ള ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയോ ഒന്നും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലോടെയാണ് ഈ വാർത്ത കണ്ണൂർ ജില്ലയിലുള്ളവർ കണ്ടത്. കാരണം അധ്യാപകർ പോലും ഇയാളുടെ വാക്കുകൾ അത് വലിയ തോതിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ ഒരാളിൽ നിന്ന് ഇങ്ങനൊരു പരാതി, അതും 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതി. ഏതായാലും ഈ കേസിൽ പീഡനം നടന്നിട്ടില്ല, പീഡന പരാതി മാത്രമാണുള്ളത്. പീഡന ശ്രമം എന്നാണുള്ളത്. അതും ഈ കുട്ടിയുടെ വീട്ടിലെത്തി ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ്. രക്ഷിതാക്കൾ ഈ കുട്ടിയിൽ നിന്നും വിവരം അറിഞ്ഞതിന് ശേഷം രക്ഷിതാക്കൾ പരാതി നൽകിയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതിൽ നിന്നും ടോം പറഞ്ഞതുപോലെ തന്നെ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇത്തരം കൗൺസിലിംഗ് നടത്തുന്ന ആളുകളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുക എന്നത് വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഇതിനൊരു കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിൽ ഒന്നിലധികം ആളുകളെ ഉൾപ്പെടുത്തി ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു.
അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ വരുന്ന മോട്ടിവേഷണൽ ക്ലാസുകൾ അല്ലെങ്കിൽ ഈ കരിയർ ബിൽഡിംഗ് ഇത്തരത്തിലുള്ള എല്ലാം ഇനി വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ അവർ വീണ്ടും ഒരു ചതിക്കുഴിയിലേക്ക്, അതായത് ഒരു കൗൺസിലിംഗ് നടത്താൻ ഒരു കുട്ടി എത്തുന്നത് തന്നെ അവരൊരു ചതിക്കുഴിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക സമ്മർദ്ദത്തിലോ അടിമപ്പെട്ടായിരിക്കും. അത്തരം കുട്ടികളെ വീണ്ടും ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയായി ഈ കൗൺസിലിംഗും ഇത്തരം കാര്യങ്ങളൊക്കെ മാറുന്നു. തീർച്ചയായും ഒരുപക്ഷെ ബൈജു സൂചിപ്പിച്ചതുപോലെ ബൈജു, ഈ ഷാജുവിനെ പോലെയുള്ളവർ പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഫിലിപ്പ് അമ്പാടിൻ്റെ അടുത്ത് ഒരു മാനസിക വെല്ലുവിളിയുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു 16-കാരിയാണ് വന്നത്. അയാളെ വിശ്വസിച്ച് മാതാപിതാക്കൾ അയാൾക്കൊപ്പം ആ പെൺകുട്ടിയെ പറഞ്ഞയക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഷാജുവിനെയും വിശ്വസിച്ചായിരിക്കും അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ആ പെൺകുട്ടിയെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മാനസികമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടൊരു പെൺകുട്ടിയായിരിക്കും ഈ ഷാജുവിൻ്റെ അടുത്ത് ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെന്നത്. ഒരുപക്ഷെ അത് ഒരു ആ പ്രശ്നം മനസ്സിലാക്കി, ഈ പെൺകുട്ടി നേരിട്ട പ്രശ്നത്തെ മനസ്സിലാക്കി അത് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പോലും ഇവർ ഈ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കാം. ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇതുപോലുള്ള ഏതെങ്കിലും ഭീഷണിയോ വെല്ലുവിളിയോ മറ്റോ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ? കാരണം 4 മാസത്തോളം ഈ സംഭവം പുറംലോകം അറിഞ്ഞില്ല. പിന്നീട് എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് ധൈര്യം കിട്ടിയത്? സ്കൂളിലെ കൗൺസിലിങ്ങിലാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. ടോമെ, ആദ്യഘട്ടം ഇത് തന്നെയാണ്. ഇത്തരം ആളുകളുടെ ആദ്യഘട്ടം ഇത് തന്നെയാണ്. ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ സ്പർശിക്കുകയും അവരെ ആ രീതിയിൽ ഇവർ പരിശോധിക്കും. അങ്ങനെ പെൺകുട്ടികൾ ഇതിൽ ഭീഷണി, കാരണം ഇതിൽ ഭീഷണി ഒരു വലിയ ഘടകമാണ്. ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് പുറത്തു പറയാൻ പേടിയാണ്. കാരണം ഒരു അധ്യാപകനാണ്, അവരുടെ അധ്യാപകൻ വലിയ തോതിൽ സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഇവരെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഭയപ്പെടുന്നു എന്നതാണ് പല കേസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരം ഇവർ പുറത്തു പറയാറില്ല. പക്ഷേ ഇവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഇവർക്കുണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് തന്നെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് വീണ്ടും ഒരു കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ കേസിൽ ഇവർ മാതാപിതാക്കളോട് ഇവർ പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ മാതാപിതാക്കൾ ഇത് വളരെ ഗൗരവത്തിൽ ഈ വിഷയം എടുക്കുകയും പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിശദമായി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു കാര്യം പുറത്തറിയുന്നത്. ഒരു ഇത്രയും അതായത് ചൈൽഡ് ലൈൻ ആളുകൾ പോലും ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ അവർ പോലും ഇത്തരം കേസുകൾക്ക് സമീപിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഈ ഒരു പീഡന ശ്രമത്തിന് പ്രതിയായിട്ടുള്ളതെന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഇതിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ ജാഗ്രത ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മാത്രമല്ല, അവർക്കൊരു പക്ഷേ ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്താൻ വരുന്ന എല്ലാവരെയും അടച്ചു പറയാൻ നമ്മളാളല്ലെങ്കിലും അത് വളരെ ഗൗരവത്തോടുകൂടി സംശയത്തോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്ന ഒരു വസ്തുതയിലേക്കാണ് ഇപ്പോൾ പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ വളരെ ഞെട്ടലോടെയാണ് ഫിലിപ്പ് മമ്പാടിന്റെ ഒക്കെ പേരുകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇത്തരത്തിൽ കൗൺസിലിംഗ് അത്യാവശ്യമാണ്. പല ഘട്ടങ്ങളിലും പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അത് പരീക്ഷാ പേടിയിൽ പോലും കൗൺസിലിംഗ് നടത്തേണ്ട, ചെറിയ കാര്യങ്ങൾ പോലും നടത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് നടത്താതിരിക്കാനോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നതോടെ അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് നടത്തുമ്പോൾ രക്ഷിതാക്കളുടെ സാന്നിധ്യമോ അതല്ലെങ്കിൽ കൂടുതൽ ഒന്നിലധികം ആളുകളുടെ സാന്നിധ്യമോ വേണ്ടുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഇത്തരം പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിനും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമിടയിൽ ശബ്ദിക്കാൻ കഴിയാതെ ഭയപ്പാടോടുകൂടി, ഈ ഭീഷണിയുടെയൊക്കെ ഭയപ്പാടോടുകൂടി കഴിയുന്നുണ്ടാകാം. അത്തരം സംഭവങ്ങളെല്ലാം പുറത്തു വരണം. ഇനി ഈ കുട്ടികൾക്ക് നടത്തുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് ഒക്കെ നടത്തുന്ന ആളുകൾ അവരെ സസൂക്ഷ്മം അല്ലെങ്കിൽ കൃത്യമായ ജാഗ്രതയോടുകൂടി ഇവരുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇവർക്ക് സുരക്ഷിതമായ, നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായ പഠനം നടത്താനും മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരുമെല്ലാം അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലം കൂടിയാണ്. കാരണം ഇങ്ങനെ
ഒരു പെൺകുട്ടിക്കാണ് കൗൺസിലിംഗ് നൽകേണ്ടതെങ്കിൽ സാധിക്കുമെങ്കിൽ അത് സ്ത്രീകളായിട്ടുള്ള മനഃശാസ്ത്രജ്ഞരെ കൗൺസിലർമാരുടെ അടുത്തേക്കാണ് അവരെ വിടേണ്ടത്. കാരണം ഒരുപക്ഷെ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഫിലിപ്പ് മമ്പാടിനെ പോലെ ഷാജുവിനെ പോലുള്ള ആളുകൾ അവരെ അതിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു പോലും ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കാം എന്നതാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.